പ്രവാചകർ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അലി അതിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന പല സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അറിവിന്റെ അപാരമായ ഒരു ജ്ഞാനം, അതിന്റെ ഒരു സാഗരം അദ്ദേഹം സമൂഹത്തിന് തുറന്നു കൊടുത്തായിട്ട് കാണാൻ കഴിയും. രസകരമായ സംഭവങ്ങൾ പോലുമുണ്ട്, കൊച്ചുകുട്ടികളെ പോലും ചിന്തിപ്പിക്കുന്ന രസകരമായ സംഭവങ്ങൾ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ ഒരു തർക്കം അദ്ദേഹം തീർത്ത സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവമാണത്. ഓർത്തു നോക്കണം, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോൾ രണ്ടുപേർ യാത്ര പോയ സംഭവം. അവർ രണ്ടുപേർ യാത്ര പോകുമ്പോൾ വഴിക്ക് വെച്ച് കഴിക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. ഒരാളുടെ കയ്യിൽ 5 റൊട്ടിയും ഒരാളുടെ കയ്യിൽ 3 റൊട്ടിയും. ഈ 5, 3, 8 റൊട്ടി കൊണ്ട് ഇവർ യാത്ര പോകുന്നു. 5 റൊട്ടി കൈവശമുള്ള ഒരാൾ, 3 റൊട്ടി കൈവശമുള്ള ഒരാൾ. ഞാൻ ഈ പറയുന്ന സംഭവം കുട്ടികൾ മനസ്സിലാക്കണം, വലിയവർക്ക് വേണ്ടിയല്ല. അങ്ങനെ ഇവർ യാത്ര പോകുമ്പോൾ വഴിക്ക് വെച്ചൊരു കേന്ദ്രത്തിൽ അവരെത്തി. അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അവർ ഭക്ഷണം കഴിക്കാനിരുന്ന് ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് ഒരാളുടെ 5 റൊട്ടിയും മറ്റയാളുടെ 3 റൊട്ടിയും പുറത്തെടുത്ത് വെച്ചു. ആ 5, 3, 8 റൊട്ടി പുറത്തെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ബഹുമാനായ പാലത്തായി മൊയ്തു ഹാജി സാഹിബ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ദീനീ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം താല്പര്യപൂർവ്വം നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട മൊയ്തു ഹാജി അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് മുമ്പിൽ ഈ കേസ് എത്തുന്ന സംഭവമാണ് ഞാൻ വിശദീകരിക്കുന്നത്. വളരെ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുക്കിയേ ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിന്റെ ഖലീഫയായിരുന്ന മനുഷ്യന്റെ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുവെന്ന് മാത്രമാണ്. ചരിത്രം പറയുന്നു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ യാത്ര പോയ ആളുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവരിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരൻ, ഒരു വഴിപോക്കൻ അതിൽ വന്നു. അയാൾ തന്റെ കുതിരപ്പുറത്ത് വന്ന് ഇവർ ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോൾ ഇയാൾ, ഈ കടന്നു പോകുന്ന വ്യക്തി ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കണ്ടു. അങ്ങനെ അവർ പരസ്പരം സുഹൃത്തുക്കളെ പോലെ അവർ തമ്മിൽ വിളിച്ചു. സ്വാഭാവികമായി നിങ്ങൾക്കറിയാം, അറബികൾ ആരെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ, അറബ് സമൂഹം ആരെങ്കിലും നമ്മൾ ഹജ്ജിന് പോയാൽ ഗൾഫിൽ ബന്ധപ്പെട്ടാൽ കാണാൻ കഴിയും, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൂടെ ഒരാൾ പോയാൽ വിളിക്കും, തആല എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തും. അതൊരു സ്വഭാവമാണ്, അത് കൾച്ചറാണ്. അവരെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കും. നമ്മളങ്ങനെയല്ല. മലയാളികൾ 2 ആൾ ഭക്ഷണം കഴിക്കുന്ന ഒരാളതിൽ പോകുമ്പോൾ തിരിഞ്ഞിരിക്കും, കണ്ടാൽ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മളും അവരും തമ്മിൽ കൾച്ചർ വ്യത്യാസമാണത്. അവർ ശരിക്കും വിളിച്ചു വരുത്തി ഇദ്ദേഹത്തെ ഇരുത്തി. ആ 3-ാമനെ വിളിച്ച് അവരുടെ കൂടെ ഇരുത്തിയിട്ട് ഇവരെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അയാളുമായി പങ്കിട്ടു. അയാളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ കൊണ്ടുവന്ന റൊട്ടി പരസ്പരം പങ്കിട്ട് 3 പേരും കഴിച്ചു. 3 പേരും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പോകുമ്പോൾ, അയാൾ സമ്പന്നനായിരുന്നു, മാന്യനായിരുന്നു, അയാൾ ഭക്ഷണം കൊണ്ടുവന്നില്ല, ഇവരെ കൂടെ കഴിച്ചു. ഒരു സന്തോഷത്തിന് വേണ്ടി അയാൾ തന്റെ പോക്കറ്റിൽ കൈയിട്ട് കയ്യിലുള്ളത് എടുത്തു കൊടുത്തു. അത് കൈപ്പറ്റിയതാകട്ടെ ഈ 5 റൊട്ടി കൈവശമുള്ള മനുഷ്യന്റെ കയ്യിലാണ്. ഇയാൾ പോയതിനു ശേഷം അത് എടുത്തു നോക്കുമ്പോൾ കൃത്യം 8 റിയാലുണ്ട്. ആ 8 ദിർഹം, അന്നത്തെ നാണയം അനുസരിച്ച് 8 ദിർഹം കയ്യിൽ വെച്ചുകൊണ്ട് ഇയാൾ ചിന്തിച്ചു. അയാൾ പോയി 8 ദിർഹം തന്നു. എന്തായാലും ഒരു സന്തോഷമുണ്ട് അയാൾക്ക്. കാരണം എന്തുകൊണ്ട്? എന്റെ കയ്യിൽ 5 റൊട്ടിയും മറ്റവന്റെ കയ്യിൽ 3 റൊട്ടിയുമാണുള്ളത്. അതുകൊണ്ട് ഇത് വളരെ സന്തോഷപ്രദമായി നമുക്ക് വീതിക്കാൻ സൗകര്യപ്പെട്ടു. 5 റൊട്ടി കൈവശമുണ്ടായിരുന്നു കൊണ്ട് അദ്ദേഹം 5 ദിർഹമും എടുത്തു. 3 റൊട്ടി കൈവശമുള്ളവന് 3 ദിർഹമും കൊടുത്തു. പ്രശ്നം തീർത്തു. 5, 3, 8 ദിർഹമോട് കൂടി വിഷയം അവസാനിച്ചു. പക്ഷേ 3 ദിർഹം കൈപ്പറ്റിയ വ്യക്തി പറഞ്ഞ് എനിക്കത് പോരാ. ആ വ്യക്തി പോകുമ്പോൾ നമുക്ക് 2 പേർക്ക് കൂടിയാണ് ഇത് തന്നത്. നിങ്ങൾ 2 പേരും എടുത്തുകൊള്ളുക എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനും നീയും ഈ വിഷയത്തിൽ ഒരുപോലെയാ. അതുകൊണ്ട് എനിക്ക് 4 ദിർഹം കിട്ടണം, നിനക്ക് 4 ദിർഹമും. ഈ വിഷയത്തിൽ നമ്മൾ തുല്യ പങ്കാളികളാണ്. നീ 3 എനിക്ക് തന്നത് പോരാ, എനിക്ക് 4 കിട്ടണം. 2 പേരും നമ്മൾ തർക്കമായി. ഇയാൾ പറഞ്ഞു, നിനക്ക് ഞാൻ 3 തരാൻ കാരണം നീ 3 റൊട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളൂ, ഞാൻ 5 റൊട്ടി കൊണ്ടുവന്നിരുന്നു. അയാൾ നമ്മുടെ റൊട്ടിയിൽ നിന്ന് ഭക്ഷിച്ചു. 5 ദിർഹം ഞാൻ എടുക്കുന്നു, 3 ദിർഹം നിനക്ക് തരുന്നു, അതൊരു ന്യായമല്ലേ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്കത്ര ന്യായങ്ങളൊന്നും ആവശ്യമില്ല. തർക്കം ആരംഭിച്ചു. അയാൾ 4 പിടിച്ചു. ഇയാൾ 4 കൊടുക്കില്ല. അപ്പോഴാണ് വിഷയം ഖലീഫയുടെ മുമ്പിൽ വരുന്നത്. ഖലീഫ വിഷയം വളരെ വിസ്തരിച്ച് കേട്ട ശേഷം ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ഈ 3 ദിർഹം കൈവശമുള്ളവൻ പറഞ്ഞു, എനിക്ക് 1 ദിർഹം കൂടി വാങ്ങിത്തരണം, നിനക്കത് കിട്ടണമെന്ന് വാശിയാണോ എന്ന് ചോദിച്ചു. വാശിയാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖലീഫ 2 പേരുടെ കയ്യിൽ നിന്നും പണം തിരിച്ചു വാങ്ങി. 5, 3, 8 റിയാൽ ഖലീഫ തിരിച്ചു വാങ്ങിയിട്ട് ഈ 5 റൊട്ടി കൈവശം വെച്ചിരുന്ന ആൾക്ക് 7 റിയാലും കൊടുത്തു. 3 റൊട്ടി കൈവശം വെച്ചിരുന്ന ആൾക്ക് 1 റിയാലും കൊടുത്തു. 7 + 1 8 ആക്കി. ഈ 3ന്റെ സ്ഥാനത്ത് 4 ചോദിച്ചവൻ ആകെ സങ്കടപ്പെട്ടു. സങ്കട ഹർജി കൊടുത്തപ്പോൾ പരമസങ്കടം പാസ്സായ ഗതി.
അവനാകെ പരിഭ്രാന്തനായി. മറ്റവൻ അല്പം കൂടിപ്പോയോ എന്ന് തോന്നി. ഖലീഫയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ മടിച്ച അവരോട് ഖലീഫ പറഞ്ഞു, ഇതാണ് അതിന്റെ ന്യായം. ഇനിയും നിങ്ങൾ ന്യായം പറയുന്നുവെങ്കിൽ അതിന്റെ വസ്തുത ഞാൻ പറഞ്ഞു തരാം. രണ്ടുപേരെയും ഇരുത്തി അദ്ദേഹം ചോദിച്ചു. 5 റൊട്ടി കൊണ്ടുവന്നവനോട് ചോദിച്ചു, നീ 5 റൊട്ടിയല്ലേ കൊണ്ടുവന്നത്? മറ്റവൻ 3 റൊട്ടിയല്ലേ കൊണ്ടുവന്നത്? മൊത്തം 8 റൊട്ടിയല്ലേ? 8 റൊട്ടി 3 പേർ കഴിച്ചു എന്നാൽ അതിന്റെ അർത്ഥം എന്താ? 1 റൊട്ടി 3 പേർ കഴിച്ചു എന്നാൽ. 1 റൊട്ടി 3 പേർ കഴിച്ചു എന്നാൽ 8 റൊട്ടി 3 ആക്കി എന്നാണ്. 8 റൊട്ടി 3 ആക്കുമ്പോൾ 24 കഷ്ണമുണ്ടാകും. ഒന്നാമനോട് ചോദിച്ചു, നീ എത്ര റൊട്ടിയാ കൊണ്ടുവന്നത്? 5. 5 റൊട്ടി 3 കഷ്ണമാക്കിയാൽ 15 റൊട്ടി ഉണ്ടാവും. 15 റൊട്ടി കഷ്ണത്തിൽ നിന്ന് 8 നീ തിന്നു. ഓരോരുത്തരും 8 തിന്നത്. 15 റൊട്ടി കഷ്ണത്തിൽ നിന്ന് 8 നീ തിന്നു, 7 നീക്കി വെച്ചു. ആ നീക്കി വെച്ച് 7 അതിഥിക്ക് കൊടുത്തു. 3 റൊട്ടി കൊണ്ടുവന്നവൻ തന്റെ 3 റൊട്ടി 3 ആക്കി ഭാഗിച്ചാൽ 9 റൊട്ടി കഷ്ണമുണ്ടാകും. 8 അവനും തിന്നു, 1 അവൻ നീക്കി വെച്ചുള്ളൂ. നിന്റെ 7ഉം അവന്റെ 1 കൂട്ടി അതിഥി 8 കഷ്ണം തിന്നു. നിങ്ങളൊക്കെ 8 കഷ്ണം തിന്നു. 7 കഷ്ണം കൊടുത്തവൻ 7 ദിർഹം, 1 കഷ്ണം കൊടുത്തവൻ 1 ദിർഹം. അതാണ് കണക്ക്. പിരിച്ചുവിട്ടു. ഒന്നും പറയാനുണ്ടായില്ല. കുട്ടികൾക്ക് വീട്ടിൽ പോയി കണക്ക് കൂട്ടി നോക്കാൻ വളരെ മനോഹരമായിരിക്കും. അടിസ്ഥാനപരമായ വിജ്ഞാനത്തിന്റെ തന്തു എന്നത് കണക്കാണ്. അത് അത്ര ജ്ഞാനിയായ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് ഇതുപോലത്തെ നിരവധി സംഭവങ്ങൾ തെളിയിക്കുന്നു. എന്തേ പ്രവാചകന്മാരെ മുഴുവൻ ആട് മേക്കാൻ ചുമതലപ്പെടുത്തിയത്? മിക്ക പ്രവാചകന്മാരും ആട്ടിടയന്മാരാണല്ലോ. അതിലൊരു വലിയ പാഠമുണ്ട്. ആടിനെ മേക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രത്തെ കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ എണ്ണമറിയില്ല. അതിന്റെ മാനദണ്ഡങ്ങൾ ഇന്നത്തെ പോലെയല്ല. ആ ആടിനെ കൂട്ടിൽ നിറക്കുമ്പോൾ അവർ ഒരാടിറങ്ങുമ്പോൾ ഒരു കല്ലെടുത്ത് വെക്കും. ഓരോ ആടുകൾ ഇറങ്ങുമ്പോൾ ഒരു കല്ലെടുത്ത് വെക്കും. വൈകുന്നേരം മേച്ചിൽ പുറത്ത് തിരിച്ച് കൂട്ടിലേക്ക് കയറ്റുമ്പോൾ ഓരോ ആട് കയറുമ്പോൾ ഒരു കല്ല് ഇങ്ങോട്ടെടുത്ത് വെക്കും. അതേ കല്ലുകൾ തുല്യമാണോ? ആട് മുഴുവൻ കൂട്ടിലെത്തി. ഇല്ലെങ്കിൽ ചെന്നായ പിടിച്ചു, അല്ലെ നഷ്ടപ്പെട്ടു പോയി. ഒരു എണ്ണത്തിന്റെ പുതിയ രൂപമോടെ പഠിക്കുകയാണ്. ഒരാടിനെ പകുത്തുകൊണ്ട് അതിന്റെ മാംസം വീതിക്കുമ്പോൾ വീതം പഠിക്കുകയാണ്. കിതാബുകളിൽ മനോഹരമായി പറയുന്നത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കലാ പ്രധാനം. ലോകത്തെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ബേസ് കണക്ക് തന്നെയാണ്. അത് ശരിക്കറിയുന്നവന് ലോകത്തെ കീഴടക്കാൻ പറ്റും. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഔന്നത്യത്തിലേക്ക് മനുഷ്യനെത്തിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. പഠനത്തിന്റെ ബേസ് അതാണ്. ആ ബേസ് ശരിക്ക് പഠിപ്പിച്ചിട്ട് പ്രവാചകന്മാരെ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. വെറും ഖുർആൻ മാത്രമല്ല പഠിപ്പിച്ചത്. ഖുർആനിൽ തന്നെ എത്രയോ കണക്കുകളുണ്ട്. ജ്ഞാനത്തിന്റെ അടിത്തറ ശരിക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ലോകത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ധ്വജം പറത്തിയിട്ടുള്ളത്. നമ്മളത് പഠിക്കണം. അവിടെ നമ്മളൊരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. നമ്മുടെ ലോകത്ത് വിജ്ഞാനത്തിന്റെ ദീപശിഖ കത്തിച്ചു വെക്കുമ്പോ ലോകത്ത് ഉറങ്ങിക്കിടന്നൊരു സമൂഹമുണ്ടായിരുന്നു. യൂറോപ്യർ അറ്റ്ലാന്റിക്കിന്റെ തീരത്ത് ഞെണ്ടു പിടിച്ചു നടക്കുന്നതൊക്കെ പറയാറില്ലേ? ഫിലിപ്പ് കിറ്റി പോലും പറഞ്ഞല്ലോ. മുസ്ലിം സമൂഹത്തെക്കുറിച്ച് കോർഡോവ യൂണിവേഴ്സിറ്റിയിലെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങൾ ആ കാലഘട്ടത്തിൽ മനോഹരമായി കുളിച്ചിരുന്നു. ഒരു വാചകം നോക്കണം നിങ്ങൾ. കുളിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതം. അദ്ദേഹം ഇട്ട വാചകം, എൻജോയ്ഡ് ലക്സോറിയസ് ബാത്സ് at a time when washing the body was considered as a dangerous custom at the University of Oxford. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ കുളിക്കുന്നത് ഡേഞ്ചറസ്, അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോ ബോഡിങ്ങിനെ വെള്ളം പറഞ്ഞ് കഴുകുക അത് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കിയിരുന്ന കാലത്ത് മുസ്ലിങ്ങൾ മനോഹരമായി ആനന്ദ സ്നാനം നടത്തിയിരുന്നു. അപ്പൊ നമ്മളെ വ്യത്യാസം നോക്കണം നിങ്ങൾ. ഗലീലിയോ പണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഗലീലിയോയെ തടവിലിട്ടൊരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. അയാളെ തടവിലിട്ടു. അയാളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സിദ്ധാന്തം കൈയൊടിക്കണം. അയാൾ അവസാനം എഴുതി കൊടുത്തു, ഞാൻ എന്റെ സിദ്ധാന്തം കൈയൊടിക്കുന്നു. അങ്ങനെയാണ് ഗലീലിയോക്ക് ലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും നെഹ്റുവിനോട് പറഞ്ഞു, കടൽ കടന്ന് പോകരുത്, തിട്ടൂരം തകർക്കരുത്, ദൈവദോഷം ചെയ്യരുതെന്ന് പറഞ്ഞു. നെഹ്റു എല്ലാം മറികടന്നുകൊണ്ട് പോയി വിശ്വപ്രശസ്തനായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ കുറച്ചുകൊണ്ടോ അല്ല പറയുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വൈജ്ഞാനിക നവോത്ഥാന സംരംഭങ്ങൾ നമുക്ക് ഇട്ടേച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ, കയ്യിൽ നിന്ന് വീണുപോയ സ്വത്തുക്കളാണ്. അതുകൊണ്ടാണ് അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ എന്ന് പറയാൻ കാരണം. വിജ്ഞാനം മുസ്ലിമിന്റെ കളഞ്ഞുപോയ സ്വത്താ. അത് തിരിച്ചെടുക്കേണ്ടവരാ നമ്മള്. നമ്മുടെ ലോകത്ത് വൈജ്ഞാനിക പടുക്കൾ ഉണ്ടായിരുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നമുക്ക് അത്ഭുതമില്ല. അല്ലാമ റാസി തങ്ങൾ എവിടെയാണ് ഒരു നല്ല കോളേജ് തുടങ്ങേണ്ടത്, വൈദ്യശാസ്ത്ര ബിരുദമെടുക്കാമെന്ന് ചോദിച്ചപ്പോ മാംസക്കഷ്ണം തൂക്കിയിട്ട് പല സ്ഥലത്ത് വേഗത്തിൽ ദ്രവിക്കാത്ത സ്ഥലം നോക്കിയിട്ട് അന്തരീക്ഷം നല്ലത് ഇവിടെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ചരിത്രം കാണാൻ കഴിയും. ദീർഘമായ സംഭവങ്ങളാ. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും.